കലയും ആത്മീയതയും ശാസ്ത്രവും ഒന്നിച്ചൊരു അത്ഭുതം തഞ്ചാവൂരിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തഞ്ചാവൂരിലെ ബിഗ് ടെമ്പിളിൽ. നമുക്ക് ബിഗ് ടെമ്പിളിന്റെ കാഴ്ചകളിലേക്ക് പോവാം. തഞ്ചാവൂർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ ക്ഷേത്രമായിരിക്കും. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിരിക്കുന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നും കൂടിയാണ്. ആദ്യമായി നമ്മൾ ഈ കാണുന്നത് ഒരു വലിയ കോട്ടമതിലാണ്. അത് മറാത്താസിൻ്റെ ഭരണകാലത്ത് അവർ നിർമ്മിച്ച കോട്ടമതിലാണ്. ചോള രാജാവായ രാജരാജ ചോളനാണ് ഈ അമ്പലം പണി കഴിപ്പിച്ചത്. രാജരാജ ചോളൻ ഒന്നാമൻ. AD 985 പണി തുടങ്ങിയ ഈ അമ്പലം AD 1010 പണി പൂർത്തിയാകുന്നത്. കോട്ടമതിൽ കഴിഞ്ഞതിന് ശേഷം 2 കവാടങ്ങൾ കൂടി കഴിഞ്ഞു വേണം നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. കേരളാന്തകൻ തിരുവാസൽ എന്നാണ് ഈ കവാടത്തിനിട്ടിരിക്കുന്ന പേര്. കേരളത്തിലെ രാജാവായിരുന്ന ഭാസ്കര രവിവർമ്മയെ പരാജയപ്പെടുത്തിയതിനു ശേഷം ചോള രാജാവായ രാജരാജ ചോളനെ കിട്ടിയ പേരാണ് കേരളാന്തകൻ എന്ന്. 2ാമത്തെ കവാടം കയറി വന്നതിന് ശേഷം ആണ് നമുക്ക് ചെരുപ്പുകളൊക്കെ റൈറ്റ് സൈഡിലോട്ട് മാറി സൂക്ഷിക്കാനുള്ള ഇടമുണ്ട്. അവിടെ പോയി ചെരുപ്പുകളൊക്കെ വെക്കണം. അതിനുശേഷമാണ് നമ്മൾ 3ാമത്തെ കവാടത്തിനുള്ളിലൂടെ പ്രവേശിക്കുന്നത്. 3ാമത്തെ കവാടം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത്. കവാടങ്ങളെല്ലാം കൊത്തുപണികളും അതുപോലെ തന്നെ എഴുത്തുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഭംഗിയുള്ള കൊത്തുപണികളാണ് ഈ കവാടങ്ങളിലെല്ലാം ചെയ്തിരിക്കുന്നത്. ശിവഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഈ അമ്പലത്തിലുള്ളത്. അതും ശിവലിംഗത്തിലാണ് തീർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടു മുമ്പിലായിട്ട് തന്നെ ഒരു വലിയ നന്ദിയുടെ ഒരു സ്റ്റാച്യുവും കാണാം. ഇപ്പോഴും പൂജയും വഴിപാടുകളും നടത്തി വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ചുറ്റുമതിലിനുള്ളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ കടന്നു വന്നിരുന്ന ആ കോട്ടമതിലുകളെല്ലാം നമുക്ക് കാണാം. വളരെ വിശാലമായ ഒരു ഏരിയയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കൊത്തുപണികൾ കൊണ്ടും നിർമ്മിതി കൊണ്ടും ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ഈ ബൃഹദേശ്വര ടെമ്പിൾ. അമ്പലത്തിൻ്റെ മുൻപിലായി തന്നെ ഒരു നന്ദിയുടെ പ്രതിമയുണ്ട്. ആ നന്ദിയുടെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് ഒറ്റക്കല്ലിലാണ്. 20 ടണ്ണോളം ഭാരമുള്ള കല്ലിലാണ് ഈ നന്ദിയുടെ പ്രതിമ തീർത്തിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നന്ദി പ്രതിമകളിൽ ഒന്നുകൂടിയാണ് ഇത്. നന്ദിയുടെ സ്റ്റാച്യുവിന് ശേഷം വലത് സൈഡിലായി തന്നെ നമുക്ക് പാർവതി ദേവിയുടെ ഒരു അമ്പലവും കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഇതിൻ്റെ ഉയരത്തിലുള്ള 80 ടൺ ഭാരമുള്ള താഴികക്കുടമാണ്. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ എങ്ങനെ സ്ഥാപിച്ചു എന്നതിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. 6-7 കിലോമീറ്ററോളം അമ്പലത്തിൻ്റെ മുകളിൽ നിന്നും സ്ലോപ്പിട്ട് അതുവഴി ആനകളെ കൊണ്ട് കല്ലുകൾ ഇടിപ്പിച്ച് മുകളിൽ കൊണ്ടുപോയി പണിതതാണ് എന്നാണ് അഭ്യൂഹങ്ങൾ പറയുന്നത്. അതുമല്ലെങ്കിൽ ക്ഷേത്രഗോപുരത്തിന് ചുറ്റും സ്ലോപ്പുണ്ടാക്കി അതുവഴി ആനകളുമായിട്ട് കല്ല് മുകളിൽ എത്തിച്ചതാകാം എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിലെ ശിവലിംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ വരാന്തയിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒട്ടനേകം ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് കാണാം.
ക്ഷേത്രത്തിനുള്ളിലുള്ള ശിവലിംഗം 20 ടണ്ണോളം ഭാരമുള്ള കല്ലിൽ തീർത്തതാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ വിമാനത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. പണ്ട് കാലത്ത് സിമെൻറ്റോ മണ്ണോ ഒന്നും ഉപയോഗിക്കാതെ കല്ലിൽ മാത്രം തീർത്തിരിക്കുന്ന ഒരു വിമാനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ചോള രാജാവിൻ്റെ ഒരു പ്രതിഷ്ഠയാണ് ഈ അമ്പലത്തിലുള്ളത്. ഇതൊരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ഇത് നായക് ഭരണകാലത്ത് അവർ നിർമ്മിച്ച ക്ഷേത്രം കൂടിയാണ്. ചോള, പാണ്ഡ്യ, നായക, മറാത്ത എന്നിങ്ങനെ പല ഭരണകാലങ്ങളിൽ പല പല ക്ഷേത്രങ്ങളും ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും കൊത്തുപണികൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെയുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് കണ്ടോ, ഇത്രയും ഷാർപ്പായിട്ടുള്ള എല്ലാം ചെയ്തിരിക്കുന്നത് കല്ലുകൾ, ഒറ്റ കല്ലിലാണ് ഇതെല്ലാം തീർത്തിരിക്കുന്നത്. 13 ലക്ഷം ടൺ ഗ്രാനൈറ്റിലാണ് ഈ അമ്പലങ്ങൾ തീർത്തിരിക്കുന്നത്. 216 അടി ഉയരമുള്ള ഈ വിമാനം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാനങ്ങളിൽ ഒന്നാണ്. ചോള ഭരണകാലത്ത് ഒട്ടനവധി ഡാൻസുകളും പാട്ടുകളും മറ്റും അരങ്ങേറിയിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ ക്ഷേത്രം. ചോള രാജാക്കന്മാർ കലയ്ക്കും സംഗീതത്തിനുമെല്ലാം വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. കണ്ടാലും കണ്ടാലും മതിവരാത്തത്ര കൊത്തുപണികളാണ് ഈ ക്ഷേത്രത്തിൽ ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതകളിലൊന്ന്, ഇത്രയും ഹൈറ്റുള്ള ഒരു വിമാനമാണെങ്കിൽ പോലും ഇതിൻ്റെ നിഴൽ നിലത്ത് പതിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അത് സന്ദർശകരെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഗണപതി ക്ഷേത്രമാണ്. ഇത് മറാത്തകളുടെ ഭരണകാലത്ത് അവർ നിർമ്മിച്ച ഗണപതിയുടെ ഒരു അമ്പലമാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ബൃഹദീശ്വര ക്ഷേത്രം. ചോള ഭരണകാലത്ത് നർത്തകരും സംഗീതജ്ഞരും അടക്കം അമ്പലത്തിലെ തൊഴിലാളികൾ ഉൾപ്പെടെ ഏകദേശം 1000-ന് മുകളിൽ ആളുകൾ ഇവിടെ പണിയെടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആയിരം ആനകളും 5000-ഓളം കുതിരകളും 1,00,000-ൽ കൂടുതൽ യുദ്ധ അടിമകളും ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഈ അമ്പലം പണിയുമ്പോൾ. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു അമ്പലമാണ് ഈ കാണുന്നത്. ശിവഭഗവാനെ ദർശിച്ചതിന് ശേഷം ഇറങ്ങി വരുന്നത് ഇതുവഴിയാണ്. അമ്പലം സന്ദർശിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഈവനിങ് ടൈമിലാണ് കേട്ടോ. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും, തറയൊക്കെ നല്ല രീതിയിൽ ചൂടായി കിടക്കുമായിരിക്കും, നമുക്ക് നടക്കുവാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സന്ധ്യ ആയപ്പോഴേക്കും അമ്പലത്തിലെ ലൈറ്റുകളെല്ലാം ഇട്ടു തുടങ്ങി. ഇവിടെ ഒരു വാരാഹിയമ്മൻ കോവിലുണ്ട്. വാരാഹിയമ്മൻ കോവിൽ പഞ്ചമിയുടെ അന്ന് ഭയങ്കര വിശേഷമുള്ള ദിവസമാണ്. അപ്പോൾ അന്നേക്കുള്ള വഴിപാടും കാര്യങ്ങളും ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകളാണിത്. മാസത്തിൽ 2 തവണ ഈ പഞ്ചമി വരുന്നുണ്ട്. അപ്പോൾ 2 ദിവസം ഇതുപോലെ വഴിപാട് ചെയ്യാനായിട്ട് ആളുകൾ വരും. രാത്രി ആകുമ്പോഴത്തേക്കും അമ്പലം കാണാനായിട്ട് മറ്റൊരു ലെവലിലുള്ള ഭംഗിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിന് യാതൊരുവിധ പെയിൻറ്റിങ്സോ അങ്ങനെയുള്ള കളറുകളോ ഒന്നും കൊടുത്തിട്ടില്ല.
ആ കല്ലുകളുടെ തനത് കളറിൽ തന്നെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. അപ്പോൾ ദർശന സമയമായിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഉള്ളിൽ കയറി ഭഗവാനെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞ് അകത്തുനിന്ന് പ്രസാദമൊക്കെ വാങ്ങി. അവിടുത്തെ ഭസ്മമാണ് നമുക്ക് തരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തുനിന്ന് കറങ്ങി വന്ന സമയം കൊണ്ട് ഒരു 8:30-ക്കും 8:45-നും ഇവിടെ നട അടയ്ക്കുന്നത്. അപ്പോൾ ആളുകളെല്ലാം പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെ പൂജാ സമയം കഴിഞ്ഞിട്ട് നമുക്ക് ക്യൂ നിന്ന് കഴിയുമ്പോൾ പ്രസാദം കിട്ടും. ഇത് എനിക്ക് തോന്നുന്നത് ലെമൺ റൈസ് ആണെന്ന് തോന്നുന്നു. കഴിച്ചു നോക്കിയിട്ട് അതുപോലെ എനിക്ക് തോന്നുന്നത്. ഇതാണ് ലെമൺ റൈസിന്റെ ഒരു ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. എല്ലാവർക്കും കൊടുക്കും. അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ 2 കൈയും കാണിക്കണം. അപ്പം 2 കൈയിലും അവരിങ്ങനെ തരും. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് എല്ലാവരെയും പുറത്തിറക്കി വിടുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ഇവിടുത്തെ ഇന്നത്തെ സമയം കഴിയും. ഇവിടെയുള്ള തമിഴ് ആളുകൾക്ക്, തമിഴ് ജനങ്ങൾക്ക് പെരിയ കോവിൽ എന്ന് ഈ ക്ഷേത്രത്തിനെ വിളിക്കാനാണ് താല്പര്യം. അങ്ങനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു ചെറിയ ഷോപ്പ് ഇവിടെ ഉണ്ട്. ഇത് പ്രസാദങ്ങൾ വെക്കുന്ന ഷോപ്പാണ്. ഇവിടെ ലെമൺ റൈസ്, കേർഡ് റൈസ്, പിന്നെ ലഡു ഇതുണ്ട്. എന്തോ സ്വീറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫി അലോഡ് അല്ല. പിന്നെ നുറുക്ക് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇവിടുന്ന് വാങ്ങാം. അങ്ങനെ നമ്മൾ പൂജയ്ക്ക് ശേഷം ലഡു പ്രസാദമാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ പൂജ കഴിഞ്ഞതിന് ശേഷം ഇവർ 3ാമത്തെ കവാടത്തിൻ്റെ ഒരു ഹാഫ് വാഷിന് ഇവർ അടയ്ക്കും. ഒരു ഡോർ അടയ്ക്കും. അതാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബിഗ് ടെമ്പിളിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.